ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേങ്കിൽ അത് കട്ടായിപ്പോയി, ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ ഫോർട്ടിലേക്കാണ്. ഞങ്ങൾ വെള്ളൂരെത്താം. വെള്ളൂർ ശ്രീകൊട്ടശ്ശേരി മഹാക്ഷേത്രം ഉത്സവം തുടങ്ങാറായി. ഇപ്പോഴത്തെ നമ്മുടെ റോഡ് പണിയുടെ ഇടയിൽ കണ്ടത് ടൂ വീലറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പൊടിയാണ്. പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്ര. ഓരോ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടോ. ഓരോ ഭാഗങ്ങളിലൊക്കെ പണി പൂർത്തിയായിട്ട് ഇപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര പ്രശ്നമില്ല. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്കൂടെ രാത്രിയൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനിടയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ്. ദേവ് നയിക്കുന്നത് ഹായ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നൂഡിൽസാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മുടെ ബേക്കൽ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ചരിത്രങ്ങളൊക്കെ ആയാലോ. 12ാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജവംശത്തിന് കീഴിലായിരുന്നു നമ്മുടെ ബേക്കൽ എന്ന സ്ഥലം. അന്ന് അവരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ബേക്കൽ ഒരു തീരദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഈ സ്ഥലത്തിനും സ്ഥിരം യുദ്ധങ്ങൾ നടന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടും കോലത്തിരിയും കോലാദി നായ്ക്കരുമായിട്ടായിരുന്നു യുദ്ധം. അങ്ങനെ 15ാം സെഞ്ചുറിയുടെ അവസാനമായിട്ട് കോലാദി നായ്ക്കർ ഈ സ്ഥലം കൈക്കലാക്കി. അങ്ങനെ ബേക്കൽ മലബാർ പ്രദേശത്തുള്ള നായ്ക്കരുടെ ഭരണത്തിന് കേന്ദ്ര സ്ഥലമായി മാറി. തുടർന്ന് 16ാം നൂറ്റാണ്ടിൽ ഹിരിയ വെങ്കടപ്പ നായിക്ക എന്ന രാജാവാണ് ഈ ബേക്കലിൻ്റെ പണി തുടങ്ങിയത്. 1650 ശിവപ്പ നായിക്കയാണ് ഈ ബേക്കലിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. യുദ്ധങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്നും ഈ സ്ഥലത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ബേക്കൽ പണിതിരിക്കുന്നത്. കടലിൽ നിന്നുള്ള ഏതൊരാക്രമണത്തെയും തടയാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു ചുറ്റുമതിലാണ് നമ്മുടെ ബേക്കൽ കോട്ടയിലുള്ളത് കേട്ടോ. ബേക്കൽ ഫോർട്ട് പണിതതിന് ശേഷം ഇതിനു വേണ്ടി യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മൈസൂർ സുൽത്താനായ ഹൈദർ അലി ബേക്കൽ ഫോർട്ട് കീഴ്പ്പെടുത്തുന്നത്. ഹൈദർ അലിയുടെ മകനായ ടിപ്പു സുൽത്താൻ്റെ കീഴിലായിരുന്നു ബേക്കൽ ഫോർട്ട്. മലബാർ പ്രദേശത്തുള്ളവരുടെ ഭരണത്തിൻ്റെ ഒരു മിലിറ്ററി ബേസ് ആയിട്ടാണ് ബേക്കൽ ഫോർട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. മൈസൂർ സുൽത്താൻ ഇവിടെ ഭരിച്ചിരുന്നു എന്നതിന് തെളിവായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഗവേഷണങ്ങളിലൊക്കെ തന്നെയും പഴയകാലത്തെ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ മരണശേഷം ബേക്കൽ ഫോർട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി. തുടർന്ന് 1992 ഇന്ത്യൻ ഗവൺമെൻറ് ഇതൊരു സ്പെഷ്യൽ ടൂറിസം ഏരിയയായി ബേക്കൽ ഫോർട്ടിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ബേക്കൽ ഫോർട്ട് എത്തുന്നതിന് കുറച്ച് മുമ്പേ റോഡരികിൽ നല്ല ബ്ലോക്ക് കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വിഷ്ണുമൂർത്തിയുടെ അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ ഉത്സവം കഴിയുന്ന ദിവസമാണെന്ന്.
കാരണം അമ്പലത്തിനകത്തോട്ട് നല്ല തിരക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് എൻട്രൻസ് ആർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ തന്നെ ഇപ്പോൾ ബസ്സിന് പോകുന്നവരാണെങ്കിൽ അവിടെ തന്നെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അകത്തോട്ട് കുറച്ച് നടക്കാനുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ. ഇപ്പോൾ നടപ്പാതയൊക്കെ കെട്ടി റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പാർക്കിംഗ് സൗകര്യം, പേ പാർക്കിംഗ് ആണ്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളവും ഉപ്പിലിട്ട പൈനാപ്പിളും ആണ് കേട്ടോ. അകത്ത് ഒരു ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് തന്നെ എന്നാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോവുക. പിന്നെ നമുക്കത് കൂടാതെ നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ പാസ് എടുക്കണം കേട്ടോ. 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പാസ് വേണം കോട്ടയിലേക്ക് പോകണമെങ്കിൽ. പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോ കവറിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പൈസ അടക്കണം, മുൻകൂട്ടി അടക്കണം. ക്യാമറ ഒക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിൽ അകത്തോട്ട് കയറുവാണേ. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടെ പാസ് കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടാ. അറബിക്കടലിനോട് ചേർന്ന് ഒരു 40 ഏക്കറിലാണ് ഈ ഒരു ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കാണുന്നത് ഒരു നിരീക്ഷണ ഗോപുരമാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി ഈ ബേക്കൽ ഫോർട്ടിലുണ്ട്. ഹായ്, ഹലോ. മൈൻഡിലാണ്ടോ ദേവശ് ദേവിട്ടിൽ എല്ലാവരും മൈൻഡില്ലാത്ത ഉറക്കം വരുന്നുണ്ടോ? ദേവ് സൈഡ് വന്നു. ദേവൂട്ടൻ്റെ ബേക്കറിക്കോട്ട. കോട്ട കാണാലോ. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു വലിയൊരു ഗുഹ പോലെ ഇല്ലേ? പക്ഷേ അതൊരു ഗുഹയൊന്നും അല്ല കേട്ടോ. അതൊരു കിണറാണേ. അതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ഗോപുരം എന്ന് വെച്ചാൽ ഈ ഒരു ബേക്കൽ ഫോർട്ടിലെ ഏറ്റവും വലിയൊരു ഗോപുരമാണ് കേട്ടോ. ബാക്കിയൊക്കെ അതിൽ ചെറുതായിട്ടാണ് വരുന്നത്.
ഇവിടുന്ന് ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അറബിക്കടലിൻ്റെ ഏകദേശം ഒരു 180 ഡിഗ്രി വ്യൂ കിട്ടും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണ് കേട്ടോ. ബോട്ടിംഗ് ഉണ്ടോ? ഹായ് ബോട്ടിംഗ് ഉണ്ടോ?